ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇന്റർനെറ്റിൽ കാട്ടുതീ പോലെ പടരുന്നത് ഇതേ ചുറ്റിപ്പറ്റിയുള്ള ചില അഭ്യൂഹങ്ങളാണ്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നെതന്യാഹുവിന് ജീവൻ നഷ്ടപ്പെട്ടുവെന്നും ഇസ്രായേൽ ഇത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നുവെന്നുമാണ് ഈ പ്രചരണം. ഈ വാദങ്ങൾക്ക് പിൻബലമേകുന്നതാണ് കേട്ടോ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോ. നെതന്യാഹു മരിച്ചിട്ടില്ലെന്ന് സ്ഥാപിക്കാനായി ഇസ്രായേൽ പുറത്തുവിട്ടൊരു വീഡിയോ ആണ് ഇപ്പോൾ കൂടുതൽ സംശയത്തിന്റെ നിഴലിലേക്ക് ഈ മരണത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഈ വീഡിയോ വ്യാജമാണെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നുമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിനു തെളിവായി നെതന്യാഹുവിന്റെ ഒരു സ്ക്രീൻഷോട്ടും വിമർശകർ ഉയർത്തി കാട്ടുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ സംസാരിക്കുന്ന നെതന്യാഹുവിന്റെ കൈകൾ ശ്രദ്ധിച്ചാൽ അതിൽ 5 പകരം 6 വിരലുകൾ കാണാമെന്നതാണ് ഇവർ വാദിക്കുന്നത്. അത് നമുക്കും കാണാൻ സാധിക്കും. AI നിർമ്മിത ചിത്രങ്ങളിൽ കൈവിരലുകളുടെ എണ്ണത്തിൽ ഇത്തരം സാങ്കേതിക പിഴവുകൾ സാധാരണമാണെന്നിരിക്കെ നെതന്യാഹുവിന്റെ ഈ വീഡിയോയും കൃത്രിമമാണെന്ന നിഗമനത്തിലാണ് ഒരു വിഭാഗം ആളുകൾ എത്തിയിരിക്കുന്നത്. അതായത് നെതന്യാഹു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നതിന് ഒരു വിശ്വസനീയമായ തെളിവുമില്ലെന്ന് സാരം. യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ഈ മരണവാർത്തകൾ തുടങ്ങിയതെന്ന് നിങ്ങൾക്കറിയാമോ? ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസികളായ ഫാർസും തസ്നീമും പുറത്തുവിട്ട റിപ്പോർട്ടുകളാണ് ഈ അഭ്യൂഹങ്ങളുടെ അടിസ്ഥാന കാരണം. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നെതന്യാഹുവിനെ പൊതുവേദിയിൽ കാണാനുമില്ല കേട്ടോ. മാർച്ച് 2 നെതന്യാഹുവിൻ്റെ ഓഫീസ് ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളിൽ അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കേൽക്കുകയോ മരിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെതന്യാഹുവിൻ്റെ സഹോദരൻ ഇദ്ദോ നെതന്യാഹുവും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമിൻ ബെൻ ഗീറും ഇതേ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള പ്രചരണവും സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ വാർത്തകളെല്ലാം ഇസ്രായേൽ പാടെ തള്ളിക്കളയുകയാണ് ഇപ്പോൾ. ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇറാൻ മനഃപൂർവ്വം പടച്ചുവിടുന്ന വ്യാജ പ്രചരണങ്ങൾ മാത്രമാണിതെന്നാണ്. ഇതോടൊപ്പം മിസൈൽ ആക്രമണം നടന്ന സ്ഥലങ്ങളും അഷ്ദോദ് തുറമുഖവും നെതന്യാഹു സന്ദർശിച്ചതായും ജനങ്ങളെ അഭിസംബോധന ചെയ്തതായും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. എങ്കിലും ഇസ്രായേൽ സന്ദർശനത്തിനെത്തിയ US പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ച നെതന്യാഹു അവസാന നിമിഷം റദ്ദാക്കിയത് സംശയങ്ങളുടെ മുന വീണ്ടും കൂർപ്പിക്കുന്നുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി നെതന്യാഹു സംസാരിച്ചു എന്ന് പറയുമ്പോഴും ആ സംഭാഷണം എന്നു നടന്നു എന്നതിൽ വ്യക്തതയില്ലാത്തതും നെറ്റിസൺസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇസ്രായേൽ ഔദ്യോഗികമായി ഈ വാർത്തകളെ പരിഹസിച്ച് തള്ളുമ്പോഴും നെതന്യാഹുവിൻ്റെ ദൃശ്യങ്ങൾക്കായി ലോകം ഇപ്പോഴും ഉറ്റുനോക്കുകയാണ്. അയാൾ മരിച്ചോ ഇല്ലയോ എന്നറിയാൻ.